ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ഒരു ചെറിയ യാത്ര. അപ്പോൾ ഒരാഴ്ചത്തെ വെക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയും ചേട്ടനും സാവോയും തിരിച്ച് കയറി. അപ്പോൾ പിറ്റേന്ന് വെളുപ്പിനെ, അതായത് അവരവിടെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടും ചെന്നൈക്ക് പോകാൻ. ഞങ്ങൾ ട്രെയിനിലല്ല, ഞങ്ങൾ കാറിലാട്ടോ പോകുന്നത്. കഴിഞ്ഞ വർഷവും കാറിൽ തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈം അത് നല്ല രസമായിരുന്നു കേട്ടോ പോയത്. കാര്യം ഇവിടുന്ന് ഞങ്ങൾ വെളുപ്പിനെയൊക്കെ ഇറങ്ങി കുറച്ച് വഴിയൊക്കെ തെറ്റി. വഴി തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, ഗൂഗിൾ ആൻറ്റി ഉള്ളതുകൊണ്ട് എവിടെ ആയാലും എത്തിക്കും. പിന്നെ നമ്മൾ അല്ലുവിന് ബാക്കിൽ ഒരു ബെഡ്റൂം പോലെയൊക്കെ സെറ്റ് ചെയ്തൊരു തലാണി ഒരു ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ അവൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും കേട്ടോ. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൊക്കിയെടുത്ത് നിന്ന വേഷത്തിൽ തന്നെ കൊണ്ടുപോയത്, ചെന്നൈ വരെ ആ വേഷത്തിൽ തന്നെ പോയി. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ അല്ലു എണീറ്റ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ കുറേയും കൂടെ നേരത്തെ ഇറങ്ങിയായിരുന്നു, ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. പക്ഷേ ഇപ്രാവശ്യം വീണ്ടും അവൾ നല്ല ഉറക്കമായി കേട്ടോ. അല്ലുമ്മ നല്ല ഉറക്കമായി, കുറച്ചുകൂടെ കഴിയുമ്പോഴൊക്കെ എണീക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 4:20 കഴിഞ്ഞിട്ട് 4:20 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ MC റോഡ് കയറി, എന്താ പറയുക, എരുമേലി വഴി അങ്ങനെ നമ്മൾ മല കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പം വെളുപ്പിനെ നല്ല മഞ്ഞുണ്ടായിരുന്നു. മഴ കുറച്ചും കൂടെയൊക്കെ ദൂരം ഇടുക്കിയൊക്കെ എത്താറായ സമയത്താട്ടോ മഴയൊക്കെ പെയ്തത്. പിന്നെന്താ, എപ്പോഴും ലോങ് ഡ്രൈവ് പോകുന്നതിന് മുന്നേ നല്ലപോലെ ഫ്രഷായി ഉറങ്ങി നല്ല ഉറക്കമൊക്കെ തെളിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് തമിഴ്നാട് എത്തുന്നവരെയും കുറച്ച് നല്ല റോഡും നല്ല ഡിഫിക്കൽട്ടാട്ടോ. പറയുന്ന പോലെ തന്നെ തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നല്ല സൂപ്പർ റോഡാണ്. അത് നമുക്ക് നല്ല ഓടിപ്പോകാൻ പറ്റും. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു കോഫി കുടിക്കാനൊക്കെ നിർത്തണം. നമ്മളിങ്ങനെ ഇടയ്ക്ക് ട്രെയിനിൽ പോകാത്തതിൻ്റെ മെയിൻ കാര്യം ഇത് തന്നെ കേട്ടോ, വാഷ്റൂം പറ്റത്തില്ല. പിന്നെ നമുക്കിതാകുമ്പോൾ നമ്മൾ പതുക്കെ സ്വസ്ഥമായിട്ട്, അപ്പം ഞങ്ങൾ ഇറങ്ങിയ വഴിക്ക് വെളുപ്പിനെ കടകളൊക്കെ ഒരുപാട് കുറവാണ്. അപ്പം കണ്ട ഒരു കടയിൽ കയറി ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മല കയറാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര മഞ്ഞാട്ടോ, നല്ല രസം അത് കാണാനായിട്ട്. കുറേയും കൂടെയൊക്കെ കഴിഞ്ഞ് മലയുടെ മുകളിലെത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നെ മഞ്ഞുകൊണ്ട് മൂടും മൊത്തത്തിൽ. അങ്ങനെ കുറച്ച് ദൂരം എരുമേലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയുണ്ടായിരുന്നു. കുറച്ച് നേരം അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ മെയിൻ റോഡല്ല, നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേ ആണല്ലോ നമുക്ക് ഗൂഗിൾ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ വഴി തെറ്റണ്ട എന്നുദ്ദേശിച്ച് കുറേയൊക്കെ ചോദിച്ച് പോകും. പിന്നെ ഒരു പ്രാവശ്യം പോയത് കൊണ്ട് നമുക്കറിയാം വഴിയിൽ മരങ്ങളൊക്കെ ഒരുപാട് വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കാര്യം നല്ല മഴയല്ലേ, കാറ്റും മഴയൊക്കെ ആയിട്ട് താണ്ടെ മലയുടെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഇതാട്ടോ, ഒരു രക്ഷയില്ല എന്തേയും. പക്ഷേ നമ്മൾ ഇറങ്ങി നിന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ നിർത്തുന്ന ഓരോ ടൈമും നമ്മൾ അവിടെ എത്താൻ ലേറ്റാവും. അപ്പം എങ്ങനെയും സന്ധ്യയ്ക്ക് മുൻപേ നമ്മൾ ചെങ്കൽപ്പേട്ട് അല്ലെങ്കിൽ കൽപ്പാകം നമ്മൾ എത്തണം. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും നിർത്താത്തത്. പക്ഷേ പിന്നെയും നിർത്തും. ഒരുപാടങ്ങ് ടയേർഡ് ആകുമ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് നിർത്തി വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഇറങ്ങിയൊക്കെ നിന്ന് ഒന്ന് ഫ്രഷപ്പ് ആയിട്ടേ പോവുള്ളൂ. കണ്ടോ, നല്ല മലയുടെ നമ്മളിതിപ്പം ഇടുക്കി ചെന്നിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ഞങ്ങളൊരു 10 മിനിറ്റ് ഒന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ടൊന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇറങ്ങി നിന്ന് ഒന്ന് ഫ്രഷപ്പ്. അപ്പോഴത്തേക്ക് അല്ലു എഴുന്നേറ്റായിരുന്നേ. അത് കഴിഞ്ഞപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളച്ചാട്ടമൊക്കെ ഞങ്ങൾ ഇരുട്ടത്താട്ടോ കണ്ടേ. കാര്യം ഞങ്ങൾ നേരത്തെ എത്തിയായിരുന്നു, ഇവിടെ 3 മണിക്കൊക്കെ ഇറങ്ങിയില്ലേ. അപ്പോൾ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ചിപ്സൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. ഇത് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡർ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇനി പോകെ തമിഴ്നാട് കയറി പോകത്തതേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്നത് മൊത്തം ഇനി അങ്ങോട്ട് നല്ല കാടാട്ടോ, നല്ല കാടിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നത്. അതൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തില്ല, കാര്യം പിന്നെ ഇത് തന്നെയല്ലേ കാണുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ഇതേപോലെ നല്ല ഡീപ്പ് ഫോറസ്റ്റിലോട്ട് പോകുന്ന പോലെ. ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിലോട്ട് പോകുന്ന പൈപ്പ് ലൈനാണ് കേട്ടോ. ഇതുമുണ്ട്. അടുത്ത ഇനി ഒരു UP കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം കൂടെ കാണാം. ഇപ്പം നമ്മൾ ഈ കാണുന്നത് തമിഴ്നാടാണ്, ഫുൾ തമിഴ്. അപ്പുറത്തെ സൈഡ് നമ്മുടെ കേരളം. അത് കഴിഞ്ഞ് നമ്മൾ മല കയറി ഇപ്പോഴത്തെ ഇറങ്ങി. ഇപ്പോൾ ഈ കാണുന്നത് ഫുൾ തമിഴ്നാടാട്ടോ. നമ്മളിനി മല ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദൂരം മലയുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ തന്നെ 2 സൈഡും മലകൾ തന്നെയാണ് പോകാനായിട്ട്. നല്ല രസമായി ഈ യാത്രയെന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് കെയർഫുള്ളായിരിക്കണം. നല്ല എന്താ പറയുക, ഫ്രഷായിട്ട് നല്ല ഓടിക്കണം എന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഞങ്ങൾ പിന്നെ മാറി ഓടിക്കാം എന്നുള്ള രീതിയാണ്. പക്ഷെ എന്നാലും ഏട്ടൻ തന്നെയാണ് മൊത്തം ഓടിക്കുന്നത്. അപ്പോൾ ഇത് വഴിയിൽ കണ്ട ഒരു അമ്പലമല്ല, അത് ശരിക്കും പറഞ്ഞൊരു കുരിശടി കേട്ടോ. വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം അതിനകത്തിരിക്കുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ മല ഇറങ്ങി തമിഴ്നാട് കയറി കേട്ടോ. തമിഴ്നാട് ആക്ച്വലി നേരത്തെ കയറിയായിരുന്നു, പക്ഷേ ഇനി ഒഫീഷ്യലി നമ്മൾ തമിഴ്നാട്ടിൽ തന്നെയാണ്. കേരളം മൊത്തത്തിൽ വിട്ടു. കുമളി കഴിഞ്ഞല്ലോ, കുമളിയാണ്. കുറച്ച് ദൂരം ഇത് കണക്ക് ഇങ്ങനെ എന്താ പറയുക, മലയുടെ ഇടയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം നല്ല മല കുറേ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ട് കയറത്തുള്ളൂ. ഇവിടെ എല്ലാം ഇനി നമുക്ക് കാണാൻ പറ്റുന്നത്
നമ്മുടെ മുന്തിരിപ്പാടമാണ് മൊത്തം, നല്ല പാടങ്ങളും ഒക്കെ ആയിട്ട് കാണാം. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഇപ്പോഴത്തേക്ക് അല്ലു എണീറ്റ് എന്തോ അവിടെ കാണുന്നൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, ചെറുതല്ല അത്യാവശ്യം വലുതാണ്, ഇത്രയും ദൂരെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇനി നമുക്കൊരു 4-5 ടോൾ പ്ലാസയുണ്ട്. ടോൾ പ്ലാസ ഇനിയിപ്പം ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തും, എവിടെയും വഴി തെറ്റിയില്ലെങ്കിൽ. വഴി അങ്ങനെ തെറ്റാറില്ല, എന്നാലും ഒറ്റ റോഡ്. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി റോഡുമാണ്, പെട്ടെന്ന് എത്തും. 100 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മുടെ കേരളത്തിൽ 100 കിലോമീറ്റർ പോകണമെങ്കിൽ അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ആദ്യത്തെ ഒരു 93 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ടോൾ പ്ലാസ വരുന്നത്, അതായത് കുമളിയൊക്കെ കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 4-5 ടോൾ പ്ലാസയും കൂടെ ഉണ്ട്, അതും കൂടെയൊക്കെ അത് എന്തായാലും എന്താ പറയുക, 5 ടോൾ പ്ലാസയും നമ്മൾ കടന്നതിനകത്ത് നമുക്ക് ഷോർട്ട് കട്ടൊന്നുമില്ല, ഇതെല്ലാം നമ്മൾ കടന്ന് തന്നെ പോകണം. അപ്പോൾ ഈ ടോൾ പ്ലാസ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് സമയം ഒരു 9 മണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, നമുക്ക് കടകൾ അധികം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷേ വാഷ്റൂം പോകണോ, നമുക്ക് ഈ പെട്രോൾ പമ്പ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കുറച്ചൊരു 9-9:30 ആയപ്പോഴത്തേക്ക് നല്ല വിജനമായ സ്ഥലത്ത് ഒരു ഹോട്ടൽ കണ്ട് ഞങ്ങൾ അവിടെ കയറിയതാട്ടോ. നല്ല ഫുഡായിരുന്നു. അങ്ങനെ അല്ലുമ്മയെ പൊക്കി എഴുന്നേൽപ്പിച്ചു. അല്ലു ഉറങ്ങും എഴുന്നേക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അല്ലുവിൻ്റെ വിചാരം പെട്ടെന്ന് അങ്ങ് കൽപ്പാകം ചെന്നൈ എത്തുമെന്ന്. ആക്ച്വലി ചെന്നൈ വരെ നമുക്ക് പോകണ്ട, കൽപ്പാകം ഡിസ്ട്രിക്റ്റിലാണ്, സെഡ്രാസ് ആണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും അല്ലു നെയ് റോസ്റ്റും ഏട്ടനൊരു പൂരി മസാലയാണ് കഴിച്ചത്. അപ്പം തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും വില കുറവാട്ടോ. ഫുഡിനാവട്ടെ എന്ത് സാധനമാണെങ്കിലും നല്ല വില കുറവാണ്, നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന. കാരണം ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വരാറുണ്ട്, പാത്രങ്ങളായാലും പച്ചക്കറികളായാലും അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങാൻ കാറിലല്ലേ പോകുന്നത്. അപ്പം ട്രെയിനിൽ പോകുമ്പോൾ നമ്മളിത് ലഗേജ് തൂക്കി എടുത്ത് വരണ്ട എന്നുള്ളൊരു ഇതിൽ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്രാവശ്യം അത് കണക്ക് വാങ്ങിയിട്ടോ കുറേ പാത്രങ്ങളൊക്കെ. അതിൻ്റെ വീഡിയോ എടുത്തോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഉണ്ടെങ്കിൽ ഞാനതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യും കേട്ടോ. വിജനമായ സ്ഥലത്ത് ഒരു കട, ഒരു ഹോട്ടൽ. ഇനി കുറച്ച് ഇത് കണക്ക് നല്ല ഏരിയ കഴിഞ്ഞ് ഞങ്ങളൊരു 5-5:30 ആയപ്പോഴത്തേക്ക് സെഡ്രാസ് എത്തി കേട്ടോ. ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ഇടുന്നില്ല, കാര്യം ഭയങ്കര ഇത് അവിടുത്തെ ഫാക്ടറി. അപ്പോൾ ഇതിപ്പം നമ്മൾ ആക്ച്വലി കൽപ്പാകം എത്തി, വൈകിട്ട് 5:30 ആയപ്പോഴത്തേക്ക് കൽപ്പാകം എത്തി. ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ ഭയങ്കര ശോകമായിരുന്നു കേട്ടോ, കാര്യം കടകളൊന്നും കിട്ടാതെ ഒരു ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കണക്ക് തന്നെയാണ് വിജനമായ ഒരു സ്ഥലത്തൊരു പഞ്ചാബി ധാബയാണ് ഞങ്ങൾക്ക് കിട്ടിയത്, കണ്ടത്. അവിടെ കയറി അവിടെ ഉണ്ടായിരുന്നത് കഴിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും പിന്നെ നമ്മൾ വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉള്ളത് കഴിച്ച് ഞങ്ങളിങ്ങനെ പോരുന്നത്. പിന്നെ എവിടെയും നിർത്തിയില്ല. ഉച്ച കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മാത്രം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് എവിടെ വന്നിട്ട് പിന്നെ ഒരൊറ്റ പോക്കിങ് വന്നു. ഞങ്ങളിപ്പം 5:30 ആയപ്പോൾ ഞങ്ങളെത്തി സെഡ്രാസിൽ. ഇനിയിപ്പോൾ അവരുടെ വീട്ടിലോട്ടാണ്. ഇവിടുന്ന് ഇതിപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക മെയിൻ ഒരു ജംഗ്ഷൻ പോലെയാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരമേ ഉള്ളൂ ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ വീട്ടിൽ. അവർ രാവിലെ എത്തി. അങ്ങനെ രാവിലെ എത്തി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വൈകിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യം. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സമാധാനവും സന്തോഷമാണ് ഇവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 10 സെൻറ്റ് വസ്തുവൊക്കെ മേടിച്ച് ഇവിടെ താമസിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പിന്നെയും വേണ്ടാന്ന് വെക്കും. അങ്ങനെ ഒരു പ്രത്യേക ഒരു രസമാണ് ഇവിടെ വന്ന് ചേച്ചിയുടെ കൂടെ നിൽക്കുക. ചേച്ചിയുടെ അവിടെ അപ്പുറത്ത് പപ്പയുടെ മമ്മിയുടെ വീട്ടിൽ പോവുക. ഇവിടെ ബീച്ചുണ്ട്, നമുക്കും ബീച്ചുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ ഒരു സമാധാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അങ്ങേ പ്രാവശ്യമൊക്കെ ചേച്ചിയും സാവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്രാവശ്യം പിന്നെ ചേട്ടനും ഉണ്ട്. അങ്ങനെ അവർ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയായത്. അപ്പോൾ അല്ലുവും ഭയങ്കര എക്സൈറ്റഡാണ്. ഇനിയൊരു 1 വീക്ക് ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം. പിന്നെ ഞങ്ങൾ ഈ കാറുമായിട്ട് വരുന്ന മെയിൻ ഇത് തന്നെ എന്താ പറയുക ഉദ്ദേശം എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റും. അല്ലാതെ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ 2 സ്കൂട്ടർ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ വേണം എല്ലായിടത്തും പോകാനായിട്ട്. അപ്പോൾ അത് വേണ്ട, അങ്ങനെ വേണ്ടാന്ന് ഉദ്ദേശിച്ചാണ് കാറിലുണ്ട്. ഇപ്രാവശ്യം പിന്നെ ചേട്ടനും ഉണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ പോകാൻ പറ്റും. ലാസ്റ്റ് ടൈമും ഞങ്ങൾ പോയായിരുന്നു, ഒരുപാട് സ്ഥലത്ത് ഞങ്ങളിവിടെ കറങ്ങാനൊക്കെ പോയി. അങ്ങനെ ചേച്ചി ഞങ്ങളതുകൊണ്ട് അവിടെ വെളിയിൽ കാത്തിരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ആട്ടോ, എല്ലാവരും വൈകിട്ടാകുമ്പോഴത്തേക്ക് എല്ലാവരും പുറത്ത് വരും, അവിടെ കളിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര കോലമൊക്കെ വരച്ച് കണ്ടോ. വൈകുന്നേരം ഉണ്ട് ഒരു സെറ്റ് കോലം വരപ്പും, രാവിലെയൊക്കെ ഉണ്ട്. അങ്ങനെ ദേ ചേച്ചി ഞങ്ങളെ കണ്ടിട്ട് ചേട്ടനെ വിളിക്കാനായിട്ട് ഓടി പോകുന്നുണ്ട്. അങ്ങനെ രാവിലെ കണ്ടേ ഉള്ളൂ, സവയെ കണ്ടിട്ട് നിന്നെ കണ്ടിട്ട് എത്ര കാലമായിടാന്നൊക്കെ ചോദിച്ചു. പക്ഷെ എന്നാലും അവൻ ഡയലോഗ് അടിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഇനി ഇവിടെ ഞങ്ങൾ ഒരാഴ്ചയുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അല്ലുമ്മയ്ക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ.